ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഒരു കേക്ക് വ്ളോഗ് ഒന്നുമല്ല കേട്ടോ, ഒരു ഫാമിലി വ്ളോഗാണ്. ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഉമ്മാൻ്റെ ഫാമിലി ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നൊന്ന് കൂടാമെന്ന് വിചാരിച്ചു. കുറേ ആയി പ്ലാനിങ് ഒക്കെ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ടെങ്കിലും ഇന്നാണ് കേട്ടോ അതൊന്ന് നടന്നത്. ഞങ്ങൾ മാത്രമാണ് അത്യാവശ്യം നല്ല ലോങ് ഉള്ള ആൾക്കാർ. ഇവരൊക്കെ ഏകദേശം എല്ലാ കസിൻസും അടുത്താണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉമ്മാൻ്റെ വീട്ടിൽ വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ കൊല്ലത്തിൽ 2 പ്രാവശ്യമൊക്കെ വരാറുള്ളൂ. സാധാരണ ഞാനാണ് കേട്ടോ കൂടുതലും വരാത്ത ഒരാൾ. കാരണം എല്ലാവരും കൂടുന്ന ടൈമിൽ എനിക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ മാക്സിമം അതിൽ നിന്ന് ഒഴിയലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടീം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ ടീമാണ് കേട്ടോ. അങ്ങനെ ഓരോരോ ഫാമിലി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ട് പ്ലാൻ ചെയ്തതാണേ. അപ്പോൾ സ്റ്റാർട്ടറൊക്കെ തന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓൾറെഡി കേക്കിൻ്റെ ഓർഡേഴ്സ് 2 ഓർഡേഴ്സ് ഞാൻ പെട്ടെന്ന് വന്നത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു ഓർഡർ നമ്മൾ കുറേ മുന്നേ എടുത്ത ഓർഡറായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ദിവസം വീട്ടിൽ ചെന്നിട്ട് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഉമ്മാൻ്റെ ഫാമിലിയിൽ വല്യമ്മാൻ്റെ മക്കളുണ്ട്. മക്കളെന്ന് പറയുമ്പോൾ മൂത്തമാർ, മേമാർ, അങ്ങനെ. പിന്നെ പേരക്കുട്ടികളുണ്ട്. പേരക്കുട്ടികളാണ് കേട്ടോ ഞങ്ങളൊക്കെ പേരക്കുട്ടികളൊക്കെ വലിയ കുട്ടികളായി. പിന്നെ പേരക്കുട്ടികളുടെ കുട്ടികളുണ്ട്. അല്ലു, അബി, അവരൊക്കെ ഞങ്ങളെ പേരക്കുട്ടികളുടെ കുട്ടികളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഒരു പടക്കുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഇന്നിവിടെ കുറച്ച് പേർക്ക് നോമ്പുണ്ട്. അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ ലൈവായിട്ട് ഇവിടെ കാത്തി റോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മാമൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ ആൾ ഇങ്ങനെ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളിവിടെ സാധാരണ നോമ്പിനാണ് കേട്ടോ ഉണ്ടാവാറ്. നോമ്പിനൊന്നും എനിക്കിവിടെ വരാൻ പറ്റാറില്ല. കാരണം ഞങ്ങൾ ലോങ് ആണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ മാമൻ, മേമ അങ്ങനെയൊന്നും ഞങ്ങൾ വിളിക്കലില്ല കേട്ടോ. ഞങ്ങളൊക്കെ പേരാണ് വിളിക്കുക. പേരെന്ന് പറയുമ്പോൾ ഇവരെ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് എല്ലാവരും വിളിക്കുക. കാരണം ഇവരൊക്കെ ചെറിയ മക്കളാണ്, മാമനായാലും മേമക്കായാലും. അപ്പോൾ ഞങ്ങൾ ഉമ്മാരൊക്കെ വിളിച്ചിട്ട് മൂത്തമാരൊക്കെ വലിയ മക്കളാണ്. അപ്പോൾ അവരെ വിളിക്കണത് എന്താണോ അത് കേട്ടിട്ട് ഞങ്ങൾ ചെറുപ്പം മുതലേ ഇവരെ പേര് തന്നെയാണ് വിളിക്കലുള്ളത്. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഈ വീഡിയോയിൽ പറയുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ തോന്നണോണ്ട് ഞാനൊന്ന് സ്റ്റാൻഡേർഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റായിട്ടുള്ളത് ഇതിങ്ങനെ കട്ട് ചെയ്ത് ചെയ്യാണ് കേട്ടോ. കാരണം ഒരുപാട് പേരുണ്ടല്ലോ. ഇതിപ്പോൾ കട്ട് ചെയ്തതേ ഓർമ്മയുള്ളൂ. പിന്നെ അത് എവിടേക്കാണ് പോയതെന്ന് കണ്ടില്ല. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോക്കിന് ഇവിടെ മെയിൻ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ മേമൻ്റെ കൂടെ വന്നതാണ്. അവരെ വീട്ടിൽ വളർത്തുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല പേടിയാണ്. എനിക്ക് നോർമലി പൂച്ചകളൊക്കെ നല്ല പേടിയാണ്. പക്ഷേ കുട്ടികൾക്ക് യാതൊരു പേടിയില്ല കേട്ടോ. അവർ ഓരോരുത്തരായിട്ട് അവരിങ്ങനെ തലോടിയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് പേര് ഇനിയിപ്പോൾ ആ പൂച്ചൻ്റെ കൂടെ നടന്നോളും. അപ്പോൾ കളിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി ഫുള്ള് പൂച്ചൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് പുറത്തുനിന്ന്. കാരണം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം അതിൽ പോവും. അപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിവിടെ എത്തിയിട്ടുണ്ട്. ഇനി താത്ത വന്നപ്പോൾ ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. മേമ വന്നപ്പോൾ കൽത്തപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നോട് വരുമ്പോൾ കേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വരാൻ പ്ലാൻ ചെയ്തത് ബസ്സിലായിരുന്നു കേട്ടോ. നല്ല ലോങ് ആണല്ലോ. അപ്പോൾ ബസ്സിലാണ് ഞങ്ങൾ പകുതിയാണ് കേട്ടോ ഞങ്ങൾ ഷിബിയാക്കാൻ്റെ കൂടെ വന്നത്. അപ്പോൾ ബസ്സിൽ നമുക്ക് അല്ലു എൻ്റെ തോളിലുണ്ട്, അവളെ കൂടെ ഇനു തോളിലുണ്ട്, കുഞ്ഞു കുട്ടികളല്ലേ. പിന്നെ നമ്മളെ ലഗേജ് ബാഗ് തോളിലുണ്ട്. ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കേക്കോ അല്ലെങ്കിൽ 1 കിലോ കേക്കോ ഒന്നും കൊടുത്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും വലിയ പടക്ക് ഞാൻ വലിയ കേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത്രയും വലിയ കേക്ക് എനിക്ക് ബസ്സിൽ കൊണ്ടുവരാൻ എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് കാറിലൊക്കെ വരുമ്പോൾ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പായസമൊക്കെ വലിയ താത്ത കൊടുത്തതായിരുന്നു. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയ മൂത്തമ്മയും ഫാമിലി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ ചക്കര മത്തനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ശർക്കരയും മത്തനും മമ്പയറൊക്കെ ഇട്ടിട്ടുള്ള എല്ലാവരും കൊടുക്കുന്നത് ഇപ്രാവശ്യം നല്ല മധുരമുള്ള ഐറ്റംസ് ആയിരുന്നു. ഞങ്ങൾ മൂത്തമ്മ വന്നപ്പോൾ സമൂസ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷയൊക്കെ മാറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ പായസം കുടിക്കുന്ന തിരക്കിലാണ്. കുറച്ച് പേര് ഇവിടെ തള്ളി മറിക്കുന്ന തിരക്കിലാണ്. പിന്നെ കുറേ കുട്ടികൾ ഇവിടെ കളിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഓരോരുത്തരുടെ ഏജ് ഗ്രൂപ്പിലും ഒരുപാട് ടീമേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ ഇപ്രാവശ്യം എന്തായാലും ഈ ഒരു ഫുൾ ഡേ
നമുക്ക് ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൂമിൽ ചെന്നപ്പോൾ അവിടെ പ്രേതത്തിൻ്റെ കളി ആയതുകൊണ്ട് തന്നെ അവർ ലൈറ്റൊക്കെ ഓഫാക്കി ഡോറൊക്കെ അടച്ചിട്ട് നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ വലിയ കസിൻ, വലിയ കാക്കു എന്ന് പറയുക. അപ്പോൾ ആളിവിടെ നാട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് വ്ളോഗിൽ ഇന്നേ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേക റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളിവിടെ സെറ്റപ്പായിട്ട് ക്യാമറയിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഫുഡൊക്കെ വിളമ്പാനുള്ള സമയമായി. കാരണം പെട്ടെന്ന് ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഒന്ന് ഫ്രീ ആവുള്ളൂ. അപ്പോൾ ആർക്കും സത്യത്തിൽ ഫുഡിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഓരോരോ ഐറ്റംസ് കഴിച്ചിട്ടും എല്ലാവരും വയറും ഫുള്ളായിരുന്നു. കാരണം ഓരോരുത്തർ വരുമ്പോഴും ഓരോന്ന് കൊണ്ടുവരണമല്ലോ. പിന്നെ നോമ്പുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് ഇതൊന്ന് നമ്മൾ നിർത്തിയിട്ട് വേണം നമുക്ക് സംസാരിച്ചിരിക്കാൻ, ഫിലിം കണ്ടിരിക്കാൻ, കുറേ കുട്ടികൾ കളിക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാവരും കല്യാണം കഴിഞ്ഞു. പിന്നെ കുട്ടികളായി, പിന്നെ എന്താ പറയുക, ഓരോരോ ബാധ്യതകളായി. എല്ലാവരും ഓരോരോ റൂട്ടിലിങ്ങനെ പോയപ്പോഴേ ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് കൂടൽ ചുരുക്കമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് സത്യത്തിൽ ഞങ്ങൾ ചെറിയ കുട്ടികളാണെന്നൊക്കെ ഉള്ളൊരു ഫീല് തോന്നുക. ഇവരൊക്കെ സത്യത്തിൽ കുട്ടികളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും കുട്ടികളാണ് കേട്ടോ. സാധാരണ നമ്മളെ ഹസ്ബൻഡ് വീട്ടിലായാലും നമ്മളെ വീട്ടിലൊക്കെ ആയാലും നമ്മൾ വലിയ ആൾക്കാരാണ്. പക്ഷെ ഇവിടെ വലിയമാൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോഴും കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാമനും ഇവിടെ ബിരിയാണിയൊക്കെ ഒന്ന് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ എന്താ പറയുക ഓരോരോ ഗ്യാങ്ങായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ആദ്യം കുട്ടികൾ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വലിയവർ, അങ്ങനെ ആയിട്ടാണ് ടീമായിട്ട് ഇരിക്കുന്നത്. കാരണം ഒന്നിച്ചിരിക്കാനുള്ള സ്പേസ് ഇല്ല, അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ചോറ് റെഡിയാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വേറൊരു വ്ളോഗറും കൂടി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ ഞങ്ങളെക്കാളും പോകാൻ താല്പര്യം ഞങ്ങളെ മക്കൾക്കാണ് കേട്ടോ. ഞങ്ങളെ മക്കളെന്ന് പറയുമ്പോൾ അവരൊക്കെ കുട്ടികളാണ്. ഉമ്മാൻ്റെ വീട്ടിലാണ് അവരൊക്കെ വിരുന്ന് പോകുന്നത്. പക്ഷേ അവർക്കാണ് നല്ല ഇൻട്രസ്റ്റ് കേട്ടോ. ഇവിടേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് പോകാമെന്നുള്ളൊരു തിരക്കുണ്ടാവും. സാധാരണ ഇവിടെ അടുത്ത് പുഴയിൽ കുളിക്കാനൊക്കെ പോകും. പക്ഷേ ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് പുഴ ഫുള്ള് നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു സംഭവം പ്രാവശ്യം നമ്മൾ പോകണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന ടൈമിൽ മെയിനായിട്ട് ഇവിടെ വരുന്നത് പുഴയിൽ കുളിക്കാൻ പോകാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ കുറേ ടൈം വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെയാണ് വരിക. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ വിളമ്പിയപ്പോൾ ഇനി അടുത്ത തല്ല് ഇവിടെ ലെഗ് പീസിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു സൈഡിലുള്ള കുട്ടിപ്പട്ടാളത്തിനൊക്കെ ലെഗ് പീസ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കെല്ലാം അതിൻ്റെ സൈഡിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ അവർക്കൊക്കെ ലെഗ് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടാത്തവർ അതിൻ്റെ ഇടയിൽ കരയുണ്ട് കേട്ടോ. പക്ഷേ അല്ലോന് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്, എന്തോ ഭാഗ്യം കൊണ്ട്. ആൾക്കിങ്ങനെ ലെഗ് പീസ് വേണമെന്നുള്ള വാശിയില്ല, അതെന്താണെന്ന് അങ്ങനെ വലിയ ഐഡിയ ഇല്ലാത്ത ആളാണ്. പക്ഷേ അത് കിട്ടിയത് നന്നായി. ഇനി എല്ലാം കഴിഞ്ഞ് കുട്ടികളിവിടെ മുകളിൽ വന്നിട്ട് അവരിവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ പിന്നെ നമ്മൾ പെട്ടെന്ന് ഉറക്കിട്ടോ. എന്നിട്ട് വേണം ഞങ്ങളെല്ലാവരും ഇവിടെ ഫിലിം കാണാനിരുന്നത്. നമ്മൾ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. 1 മണി 1:30 ഇങ്ങനെ കൂടുമ്പോൾ ഉറങ്ങൽ കുറച്ച് കുറവായിരിക്കും കേട്ടോ. ലേറ്റാവും നമ്മൾ ഉറങ്ങാൻ. പിന്നെ ഫിലിമൊക്കെ കണ്ടിരുന്ന് ഫുള്ള് ഒരുപാടായി ഒരു ഫിലിം ഒറ്റ ഇരിപ്പിലൊക്കെ കണ്ടിട്ട്. സാധാരണ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ അടുത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി അടുത്ത ദിവസം നമ്മൾ ബഷീർ ദിനായതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അപ്പോഴേക്കിന് മൂത്തമ്മ വന്നിട്ടുണ്ടായിരുന്നു, വലിയ മൂത്തമ്മ വന്നിട്ടുണ്ടായിരുന്നു. മൂത്തമ്മ വന്നപ്പോൾ എല്ലാവർക്കും ചോക്ലേറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോരോ ഐറ്റംസായിട്ട് ഓരോരുത്തർ വരുന്നുണ്ട്. പക്ഷേ ഇതെവിടേക്കാണ് പോകണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്കാണ് കേട്ടോ ആദ്യം ഇത് കിട്ടുന്നത്. പിന്നെ എന്ത് ഐറ്റംസ് കൊണ്ടുവരണമെങ്കിലും പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് കാലിയാവും കേട്ടോ. അപ്പോൾ ഇതും കഴിച്ച് നമ്മൾ ഓരോരുത്തരുടെ കുഞ്ഞിക്കൈകൾ കണ്ടറിയാമല്ലോ, ആൾക്കാർക്ക് ഇത് എന്താ പറയുക വലിയൊരു ട്രിപ്പ് വന്ന മൂടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ പാബിയും ഇനിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിനി എപ്പോഴാണ് പോവുക. ഇപ്പോഴും അവർക്കിഷ്ടം ഇതുപോലെ ഒത്തുകൂടാനാണ് കേട്ടോ. അത്രയും നമുക്ക് ടൈമൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിവിടെ നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസിങ് ആണ് കേട്ടോ. അപ്പോൾ ടി വിയിലിട്ടിട്ട് നമുക്ക് റീൽസുകളൊക്കെ എടുക്കാൻ വേണ്ടി അതേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ കുഞ്ഞാമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ആളെ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും അവൾ കുട്ടീനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഇടണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീൽസൊക്കെ നമ്മളെടുത്തു, ഡാൻസൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മളെ ഫോട്ടോഷൂട്ടാണ്. ടൈം എന്താണാവോ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ പോകാനുള്ള ടൈമൊക്കെ ഏകദേശമായി. അപ്പോൾ ഇതിന് വെള്ളിയമ്മ അവിടെ പോയിട്ട് മരത്തിൽ നിന്ന് നമ്മളെ അരിനെല്ലിക്കൊക്കെ കുലുക്കിയിട്ട് താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ പെറുക്കി ഓരോരുത്തർക്കും ഇങ്ങനെ പാക്ക് ചെയ്യണം. എൻ്റെ അബിക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഇങ്ങനത്തെ അനുഭവമൊന്നും നമുക്കില്ലല്ലോ.
അപ്പോൾ അവനത് പെറുക്കുന്നുണ്ട്. ഇനി ഓരോരുത്തരായിട്ട് ഇതിൻ്റെ ഇടയിൽ പോയി വൈകിട്ടാട്ടോ ഇതൊക്കെ നടക്കണത്. ഇനി നമുക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഓടി, നമുക്കിതും വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയിപ്പോൾ ഓരോരുത്തർ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ മുഖം കണ്ടില്ല, എല്ലാവരും കളിയും കഴിഞ്ഞു.